സർ, ഇപ്പോ നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്ഥിരം കേൾക്കുന്ന ഇസ്ലാമുകൾ അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളല്ല, നല്ലവരും ഉണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ തീവ്രവാദികളായിട്ട് ലോകത്താകമാനം പിടിക്കപ്പെടുന്നതെല്ലാം മുസ്ലിങ്ങളാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നല്ല മുസ്ലിങ്ങൾ എന്ന് മേനി പറഞ്ഞ് നടക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. പക്ഷേ ഇവർ മൗനം സമ്മതം എന്ന് നമ്മുടെ ഒരു ആപ്തവാക്യം പറയുന്ന പോലെ ആ സമ്മതം കൊടുത്തുകൊണ്ട് മുന്നേറുന്ന സമയത്ത് എങ്ങനെയാണ് സർ ഇവരെ നല്ല മുസ്ലിങ്ങൾ എന്ന് വിളിക്കുക? ഇവരെങ്ങനെയാണ് സർ രാജ്യത്തോട് കൂറുള്ള, ഈ രാജ്യത്തുള്ള നമ്മളുടെ പ്രതിജ്ഞയിൽ പറയുന്ന പോലെ തന്നെ എല്ലാ ഇന്ത്യക്കാരും എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന ആ വാക്ക് അതെങ്ങനെയാണ് സർ ഇവർക്ക് പാലിക്കാനാവുക? എങ്ങനെയാണ് ഈ നല്ല മുസ്ലിങ്ങൾ എന്ന വിഭാഗത്തോട് സാറിന് പറയാനുള്ള ഒരു സന്ദേശം കൂടി എന്താണ് സർ? പണ്ടൊരിക്കൽ ആളൊരു ഉദാഹരണം പറയുണ്ടായി. ശർക്കരയ്ക്ക് അകമ്പുറം ഒന്നുമില്ല. ശർക്കരയുടെ എവിടെ നക്കിയാലും കടിച്ചാലും അത് മധുരമാണ്. കാരണം ശർക്കര മൊത്തമായിട്ടും അങ്ങനെയാണ് എന്ന് പറയുന്ന പോലെ മുസ്ലിമിൽ എവിടെയെങ്കിലും നല്ല മുസ്ലിം ഉണ്ടെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടുള്ള ഒരു ചോദ്യം ഇതാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന നല്ല മുസ്ലിം ഒന്ന് രംഗത്ത് വന്നിട്ടൊന്ന് പ്രതികരിക്കാത്ത എന്തുകൊണ്ടാ? ഒരു പ്രസ്താവന കൊടുക്കാത്ത എന്തുകൊണ്ടാ? ഒന്നും വേണ്ടല്ലോ. നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഈ മുസ്ലിമിനെ അംഗീകരിക്കുന്നില്ല, എന്റെ സംഘടന ഈ മുസ്ലിമിനെ അംഗീകരിക്കുന്നില്ല, മുസ്ലിമിന്റെ ഈ പ്രവൃത്തിയെ എന്റെ സംഘടന തള്ളി പറയുന്നു എന്ന് പറയാൻ ഒരൊറ്റ മുസ്ലിം സംഘടന മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് വ്യക്തികളെ അറിയാം. ഒരു ജാമിദ ടീച്ചർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ ഒന്നോ രണ്ടോ വ്യക്തികൾ അവര് രംഗത്ത് വന്നിട്ട് പറയാറുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാം. അതിൽ പലരും, മഹാഭൂരിപക്ഷം പേരും ഇത് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് എക്സ് മുസ്ലിംസുമാണ്. അല്ലാതെ മുസ്ലിമായിട്ട് നിൽക്കുകയും ഇതിനെ തള്ളി പറയുകയും ചെയ്യുന്നവർ വിടലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്റെ ചോദ്യം അതല്ല. ഒരു മുസ്ലിം സംഘടന മുന്നോട്ട് വന്നിട്ട് ഞങ്ങളുടെ സംഘടന ഈ തീവ്രവാദത്തെ, ഈ കൊലപാതകത്തെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ തള്ളിക്കളയുന്നു, ഞങ്ങൾ ഇതിനെതിരാണ് എന്ന് പറയാൻ ആർജവം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭയപ്പെട്ടിട്ടൊന്നുമല്ല. എന്നിട്ട് നമ്മൾ ചോദിക്കാൻ പറയാം, അയ്യോ പേടിയാ, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ തല വെട്ടിക്കളയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ RSS BJP ഒന്നും ഉണ്ടാവില്ലോ. എന്റെയൊക്കെ ചെറുപ്പത്തിൽ RSS BJP എന്നൊക്കെ പറഞ്ഞാൽ തല വെട്ടിക്കളയുമായിരുന്നു. പരസ്യമായിട്ട് വഴിയെ നടന്നാൽ പിടിച്ച് അടി വെച്ച് തരുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ലല്ലോ. അത്രയൊന്നും പ്രശ്നം ഇവിടുത്തെ ഒരു മുസ്ലിമിനും ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ മുസ്ലിം ഒരു സംഘടനയെങ്കിലും, ഇനി സംഘടന ഇല്ലെന്നിരിക്കട്ടെ, ഒരു സംഘടന ഉണ്ടാക്കിക്കൂടെ? മുസ്ലിമിന്റെ പേരിൽ ഈ നടത്തുന്ന ഈ ഭീകരവാദം ശരിയല്ല എന്ന് പറയാനുള്ള ഒരു മുസ്ലിം സംഘടന ഉണ്ടാക്കിയിട്ട് ഈ നിഷ്പക്ഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നല്ലവരാണെന്ന് നടിക്കുന്ന ആൾക്കാര് സധൈര്യം മുന്നോട്ട് വന്ന് പറയട്ടെ, ഞങ്ങൾ ഇതിനെതിരാണ്, ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്. എന്താ സംഘടന ഇല്ലാത്ത? എന്താ കേരളത്തിൽ അങ്ങനെ പ്രതികരണം ഇല്ലാത്ത? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ശർക്കരയ്ക്ക് അകമ്പുറം ഇല്ല. സർ, നമ്മൾക്കറിയാം കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്ത്, അതിന്റെ 2ാം ഭാഗവും മറ്റുമൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടതുണ്ട് കേരളത്തെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ. എന്നാൽ അതാണ് യാഥാർത്ഥ്യം, അത് മാത്രമാണ് സത്യം എന്ന് വിളിച്ചു പോകുന്ന രീതിയിൽ തന്നെ ഈ പറയുന്ന സാവരിയ ബസന്ത് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് ദാരുണമായിട്ട് കൊല്ലപ്പെടേണ്ടി വന്ന അവസ്ഥ, അതിലെ ആ പ്രതിയുള്ള മതേതര മലപ്പുറംകാരന്റെ അതിനോട് പ്രതികരിക്കാത്ത ഇവിടുത്തെ രാഷ്ട്രീയ വൃത്തങ്ങളായാലും ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് സർ ഇതിനെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് ഇവര് ഇങ്ങനെ പറയുന്ന അതിനെ കൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ? അല്ലെ, കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടതാണ്. ആ കേരള സ്റ്റോറി തോറ്റുപോകുന്ന ഭീകരതയാണ് സാവരിയ ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാരണം കേരള സ്റ്റോറിയിലൊന്നും ഇത്രയും ഭീകരത കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ സംഭവിച്ചിട്ട് വേണമല്ലോ കാണിക്കാൻ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സാവരിയ ഇപ്പോൾ നേരിടേണ്ടി വന്ന കൊടിയ പീഡനവും മരണവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രം വെച്ചിട്ട് ഒരു സിനിമയാക്കാൻ പറ്റുമോ? ആക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിന് പ്രദർശന അനുമതി കിട്ടുമോ? പ്രദർശന അനുമതി കിട്ടിയെന്നിരിക്കട്ടെ, കേരളത്തിൽ ഒരൊറ്റ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ പറ്റുമോ? എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് സാവരിയ എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കി നോക്കുമ്പോൾ അറിയാം ഇപ്പോൾ ബൈജു ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. അന്ന് ഈ പറയുന്ന സത്യസന്ധരും നല്ലവരുമായ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവരൊന്ന് വന്നിട്ട് പിന്തുണ കൊടുക്കട്ടെ. ഇത് സത്യമാണ്, ഇത് സമൂഹം അറിയണം, ഇനി ഇത് ആവർത്തിക്കരുത്, ഏതൊരു കുട്ടിയും ഈ കാര്യത്തിൽ ഇനി ജീവൻ വെടിയരുത് എന്ന് പറയുന്ന ഒരു സമൂഹം അന്ന് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം ഭീകരവാദികൾക്കും ഇതുപോലെയുള്ള ജിഹാദികൾക്കുമാണ് കേരളം ഇന്ന് വോട്ട് ചെയ്തവരെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അറിയപ്പെടേണ്ടതായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് കേവലം ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല. ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം 2 മേഖലകളിലാണ് അവര് മുന്നിട്ട് നിന്നിരുന്നത്: വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ബിസിനസ്, ഇൻഡസ്ട്രി എന്ന മേഖലയിൽ. നോക്കൂ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവർക്ക് ഉള്ള സ്ഥാപനങ്ങളിൽ
കുട്ടികൾ കുറഞ്ഞു വന്നിട്ട് അവിടെ മറ്റ് സമൂഹത്തിൽ ഹിന്ദുക്കൾ അടക്കമുള്ള ആൾക്കാരാണ് പഠിക്കുന്നത്. ബിസിനസ് ഇൻഡസ്ട്രി എവിടെ പോയി നോക്കൂ. ക്രിസ്ത്യാനികളുടെ കയ്യിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബിസിനസ് ഇൻഡസ്ട്രി ഇന്ന് മുസ്ലിമിന്റെ കയ്യിലേക്ക് മാറി. അപ്പോ കൃഷി ചെയ്യാഞ്ഞിട്ടല്ല, പണിയെടുക്കാഞ്ഞിട്ടല്ല, വ്യവസായം നടക്കാഞ്ഞിട്ടല്ല, ബിസിനസ് ചെയ്യാഞ്ഞിട്ടല്ല, വിദ്യാലയങ്ങൾ ഉണ്ടാക്കാഞ്ഞിട്ടല്ല, പിന്നെയോ ഇതൊന്നും നടത്താനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെയില്ല. മതപരമായ തീവ്രവാദത്തിന്റെ പേരില്, സംഘടിതമായ വോട്ട് ബാങ്കിന്റെ പേരില് കമ്മ്യൂണിസ്റ്റുകാരനെയും കോൺഗ്രസുകാരനെയും കൊണ്ട് മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിച്ച് അധികാരം മുഴുവൻ മുസ്ലിമിന്റെ കയ്യിലേക്ക് മാറ്റിയതിന്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഞാൻ ചില മേഖലകൾ ഒന്ന് സൂചിപ്പിക്കാം. ഇതൊരു എക്സാമ്പിൾ ആണ്, മുഴുവൻ പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ പച്ചക്കറി കച്ചവടം, അതിന്റെ ഹോൾസെയിൽ, അതിന്റെ റീറ്റെയിൽ എടുത്തു നോക്കൂ. അവിടെ മുസ്ലിം അല്ലാത്ത എത്ര പേരുണ്ട്? നമ്മുടെ നാട്ടിലെ ഈ സർക്കാരിന്റെ കോൺട്രാക്ട് പണികൾ, പൊതുമരാമത്ത്, അതിന്റെ കോൺട്രാക്ടർമാരിൽ പണ്ടൊക്കെ ഇഷ്ടം പോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര പേരുണ്ട്? ഇതുപോലെ ബിസിനസ്, അത് സ്വർണമാണെങ്കിലും വസ്ത്രവ്യാപാരമാണെങ്കിലും ഏത് തരത്തിലുള്ള ബിസിനസ് മേഖലയാണെങ്കിലും അവിടെയൊക്കെ എത്ര പേരുണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും? വ്യവസായം, ഇന്നിപ്പോ കേരളത്തിന്റെ ഓരോ പഞ്ചായത്തിലും ചെറുകിട വ്യവസായങ്ങളും ഇടത്തരം വ്യവസായങ്ങളും പുതുതായിട്ട് കെട്ടിപ്പൊക്കുമ്പോ അവിടെ എത്ര ക്രിസ്ത്യാനിക്ക് വ്യവസായം തുടങ്ങാൻ പറ്റുന്നുണ്ട്? എത്ര ഹിന്ദുവിന് തുടങ്ങാൻ പറ്റുന്നുണ്ട്? എന്താ, പണമില്ലാഞ്ഞിട്ടാണോ? അറിവില്ലാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. എനിക്കറിയാം വളരെ വ്യക്തമായിട്ട്, ഒരു മുസ്ലിം പോലും ഇല്ലാത്തൊരു പഞ്ചായത്തില് ഇത് പുറത്തുനിന്ന് വരുന്ന ഒരു മുസ്ലിം ഒരു വ്യവസായം സ്ഥാപിക്കണമെങ്കിൽ അവൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? പഞ്ചായത്ത് സെക്രട്ടറി മുസ്ലിം, പിന്നെ വരുന്നത് വില്ലേജ് ഓഫീസർ മുസ്ലിം, പിന്നെ വരുന്ന തഹസീൽദാർ മുസ്ലിം. ഓരോ ഡിപ്പാർട്ട്മെന്റിലും മുസ്ലിമിനെ കൊണ്ട് നേരത്തെ പ്രതിഷ്ഠിച്ചിട്ടാണ് അവിടെ ഒരു വ്യവസായത്തിന് അപേക്ഷ കൊടുക്കുന്നത്. അപേക്ഷ എപ്പോഴേ പാസ്സാവും. ആ പാസ്സാകുന്ന അപേക്ഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നാട്ടുകാർ കൊണ്ട് പരാതി കൊടുക്കാൻ തോന്നാൽ പരാതി കൊടുക്കേണ്ട കസേരയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനും മുസ്ലിം. അതായത് അങ്ങ് വ്യവസായ മന്ത്രി മുതൽ ഇങ്ങ് താഴത്തെ പഞ്ചായത്ത് സെക്രട്ടറി വരെ ഓരോ മുസ്ലിം സമുദായത്തിന് വേണ്ടവനെ വേണ്ട സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത്. പിന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിന് എവിടെ വ്യവസായം തുടങ്ങാൻ പറ്റും? എവിടെ ബിസിനസ് തുടങ്ങാൻ പറ്റും? ഇത്രയും ആസൂത്രിതമായിട്ടാണ് ഇസ്ലാമിക ശക്തികൾ, അതായത് ഈ ജിഹാദി ശക്തികൾ കേരളം പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും എനിക്കുള്ള ദുഃഖം, ഇതൊക്കെ നമ്മൾ പച്ചയ്ക്ക് പറയുമ്പോൾ ഇത് പച്ചയായി യാഥാർത്ഥ്യമായതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ പറയുന്ന നമ്മളെ സംഖ്യയാക്കുകയും വർഗീയവാദിയാക്കുകയാണ്. ഇത് ചെയ്യുന്നവൻ ഇപ്പോഴും സ്വർഗീയവാദിയാണ്. എന്നിട്ട് അവന് ക്യൂ നിന്ന് വോട്ട് കുത്തി കൊടുക്കുകയാണ് ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദു. എന്നിട്ട് പറയുന്നത് എന്താ? ഞാൻ LDF-നെ തോപ്പിച്ചു, അടുത്ത തവണ ഞാൻ UDF-നെ തോപ്പിച്ചു. LDF-നെ തോപ്പിച്ചാലും UDF-നെ തോപ്പിച്ചാലും ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരു വിഭാഗം കേരളം ഭരിക്കുന്നിടത്തോളം കാലം കേരളത്തിലെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതിനെതിരെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് വലിയ പ്രതിരോധം ഉയർന്നു വന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, കേരളമായിരിക്കും അടുത്ത പാകിസ്ഥാൻ. സർ, മറ്റൊന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് പറയേണ്ടത്, അതുകൂടി കൂട്ടിച്ചേർത്താൽ ഇത് പൂർണ്ണമാകുകയുള്ളൂ. അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലിനെ സൗദിയിൽ നിന്ന് 60 കോടിയിലധികം രൂപ പിരിച്ചുകൊണ്ട് രക്ഷിച്ചെടുത്ത് അവന് താരപരിവേഷം നടത്തി കൊടുത്ത് അവന് വീട് കൊടുക്കുന്നു, ജോലി കൊടുക്കുന്നു, അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നു. എന്നാൽ അയാൾ സ്വയം ചലിക്കാൻ പോലും പറ്റാത്ത ഒരു കുഞ്ഞിനെ കൊന്ന ക്രിമിനലാണ് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് രക്ഷിച്ചെടുത്ത ഒരു സമൂഹമാണ് കേരള സമൂഹം. ഇനി നാളെ ഈ പറയുന്ന സദാറുൽ അനാം എന്ന് പറയുന്ന ഈ കൊടും ക്രൂരനായിട്ടുള്ള ഈ ക്രിമിനൽ ഈ കോടികൾ കൊടുത്തുകൊണ്ട് രക്ഷിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ സാർ? എങ്ങനെയാണ് സാർ പറയുന്നത്? അല്ല ബൈജു ഇതിപ്പോ ഒരു സംശയം പോലെ എന്നോട് ചോദ്യം ചോദിച്ചപ്പോ എനിക്കിപ്പോ ലാസ്റ്റ് കിട്ടുന്ന വിവരം, ഈ പറയുന്ന പയ്യന് വേണ്ടി കേസ് നടത്താൻ പൈസ പിരിവ് തുടങ്ങിയെന്നാണ്. പല സ്ഥലങ്ങളിൽ ഇതിന്റെ പേരിൽ കോടികൾ പിരിക്കപ്പെടും. അത് ഉസ്ബെക്കിസ്ഥാനിലെ കോടതികളിലാണെങ്കിലും ഇനി ഇവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കേരളത്തിലെ കോടതികളിലാണെങ്കിലും വിചാരണ ചെയ്യപ്പെടുന്ന കാലഘട്ടങ്ങളിൽ ഈ കോടാനുകോടി രൂപ ഇവിടുത്തെ മുസ്ലിം പിരിച്ച് ഇവിടെ രക്ഷിക്കാനുള്ള പണി നോക്കും. അപ്പോ അത് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്, അതായത് തീവ്രവാദികളുടെ കേസ് നടത്താൻ വേണ്ടി സോഷ്യൽ ആയിട്ടുള്ള മണി ഗാദറിങ്, അതിന് വേറെന്തോ ഒരു പേരുണ്ട്, ആ പേര് ഞാൻ മറന്നുപോയി. ആ രീതിയിൽ കോടാനുകോടി ക്രൗഡ് ഫണ്ടിങ്, കോടിക്കണക്കിന് രൂപയുടെ ക്രൗഡ് ഫണ്ടിങ് നടത്തി അത് രക്ഷിച്ചെടുത്തതും അങ്ങനെ നടത്തിയ ക്രൗഡ് ഫണ്ടിങ്ങിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോയതും ഒക്കെ ആയിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. പക്ഷേ ഇത് വലിയൊരു അന്താരാഷ്ട്ര നീക്കം തന്നെയാണ്. അതുകൊണ്ട് ഈ കൊടും കുറ്റവാളികൾ, നമ്മൾ കുറ്റവാളികൾ എന്ന് പറയുമ്പോൾ
ഈ മുസ്ലിമിനെ സംബന്ധിച്ച് ഇവര് ദൈവത്തിന്റെ പടയാളികളാണ്, ഇവര് ജിഹാദികളാണ്. അവര് വളരെ പവിത്രമായ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അമുസ്ലിമായിട്ടുള്ള ഒരു കാഫിറിനെ കൊല്ലുമ്പോൾ അവർ വളരെ പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. നമുക്കാണിത് കൊലപാതകം, നമുക്കാണിത് കുറ്റം, അവർക്കത് ദിവ്യമാണ്. അവർക്കത് സ്വർഗരാജ്യത്തേക്കുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ്, ദിവ്യമായിട്ടുള്ള പ്രവൃത്തിയാണ്, പുണ്യപ്രവൃത്തിയാണ്. ആ പുണ്യപ്രവൃത്തിയെ അംഗീകരിച്ചു കൊടുക്കുന്ന കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ആ പുണ്യപ്രവൃത്തിക്ക് ചൂട്ടുപിടിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങളും ബുദ്ധിജീവികളും നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തില് ഇതിനെതിരായിട്ടുള്ള ഒരു നീക്കം അത്ര എളുപ്പമല്ല. പക്ഷെ ബൈജുവിന്റെ ചാനൽ പോലെയുള്ള ഈ സ്ഥാപനങ്ങൾ എങ്കിലും, ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ 37 മിനിറ്റാണ് ബൈജു തന്നത്. വേറെ ഏതൊരു ചാനലിൽ പോയാൽ 3 മിനിറ്റ് പോലും കിട്ടുകയില്ല. 3 മിനിറ്റ് കിട്ടുന്നതിനിപ്പുറം ഇടപെട്ട് കളയും, കട്ട് ചെയ്ത് കളയും. ഏതായാലും ഈ വസ്തുതകൾ സമൂഹം അറിയണം, കൂടുതൽ ചിന്തിക്കണം. അറിയുന്ന എല്ലാ കാര്യവും പറയാൻ ഈ ചാനലിന്റെ മണിക്കൂറുകൾ എടുത്താൽ പോലും പറ്റില്ല. പക്ഷെ ഈ സത്യം ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അറിയണം. ഇല്ലെങ്കിൽ കേരളം ക്രിസ്ത്യാനികളുടെയും ഹിന്ദുവിന്റെയും കയ്യിൽ നിന്നും നഷ്ടപ്പെടുകയും കേരളം ഒരു പാകിസ്ഥാനായി മാറുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കിക്കേണ്ട. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മതേതരം പുഴുങ്ങി ജീവിച്ചു നടക്കുന്ന ഹിന്ദുവേ, ക്രിസ്ത്യാനിയും, നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുമ്പോൾ മാത്രമേ അതൊരു സംഭവമായിട്ട് അനുഭവമായി എടുക്കുകയുള്ളെന്ന ആ വാശി വിട്ടുകൊണ്ട് ഇനിയും ചിന്തിക്കുക. കാരണം സത്യങ്ങൾ സത്യമായി പച്ചയ്ക്ക് വിളിച്ച് പറയുമ്പോൾ പറയുന്നവരെ വർഗീയവാദികളാക്കിക്കൊണ്ട് തീറെഴുതിയ ആ സംഘിപ്പട്ടവും മറ്റും നൽകിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ദുഷ്ടത്തരമുണ്ടല്ലോ, അത് നാളെ നിങ്ങളുടെ വീട്ടിൽ തന്നെ വന്ന് ഭവിക്കുമ്പോഴേ നിങ്ങൾക്ക് പാഠമായിട്ട് പഠിക്കാനാവുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇത്രയും കാര്യങ്ങൾ 38 മിനിറ്റോളം ജയസൂര്യൻ സാർ കൃത്യമായിട്ടും ഇത്രയും വിവരിച്ച് തന്നിട്ട് ഇനിയും തലയിലേക്ക് കയറാതെ മതേതരത്വം പുഴുങ്ങി തന്നുകൊണ്ട് ജിഹാദികളുടെ അമേദ്യം ഭക്ഷിക്കാനാണ്, ഇനിയും മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ നാളത്തെ സാവരിയ ബസന്ത് എന്ന് പറയുന്ന ആ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലും ഭവിക്കുമെന്നുള്ളത് നിസ്സംശയം പറയാം. അതിന് വലിയ വിദൂരമൊന്നുമല്ല എന്നുള്ളത് പറയാം. അങ്ങനെ ഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ ഭവിക്കാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വീഡിയോകൾ, ഇത്തരത്തിലുള്ള വിവരങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങൾ സ്വയം ചിന്തിക്കുക, എന്നിട്ട് മാത്രം പ്രവർത്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ തിരക്കിനിടയിലാണെങ്കിലും ജയസൂര്യൻ സാർ വിവരിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് സാർ. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.